ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വേണ്ട കോളിഫ്ലവർ ഫ്രൈ. ഓക്കെ, ഇതുണ്ടാക്കാനാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് പോയി വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഒരെണ്ണമായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതിപ്പോൾ ഇത് മേശ വേണമെന്നില്ല, നമുക്ക് പതുക്കെ ഇതിന് കട്ട് ചെയ്തെടുത്ത് ഇവിടെ മാറ്റാം. ചെറുതെ വാങ്ങിച്ചിട്ടുള്ളൂ, ഇവിടെ ആരും അങ്ങനെ കൂടുതൽ കഴിക്കാനില്ല ഗൈസ്. അപ്പോൾ ഇതേ ഇതിന് ഉള്ളിലത്തെ ആ സാധനം ഉള്ളതുകൊണ്ട് കുറച്ച് പൊളിക്കുക. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇത് മാത്രം പൊളിച്ചിട്ട് ഇതിന് പതുക്കെ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ കൊണ്ട് ഇടണ്ട. ഇത് വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടുവെള്ളം നല്ല തിളച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അതിനകത്തിട്ട. ഇത് വേവാൻ പാടില്ല, വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. ഓക്കെ, ഇതിന് ആ ചൂടുവെള്ളത്തിൽ ഇടാനുള്ള ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അറിയാൻ പറ്റില്ലല്ലോ, ഈ സാധനം അങ്ങനത്തെ അല്ലേ. അപ്പം അതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്യുന്നത്. വല്ലാണ്ട് ഇത് ചൂടുവെള്ളത്തിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാണ്ടല്ല നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഇത് കിട്ടില്ല, സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണ്ട. ചൂടുവെള്ളത്തിലിടെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ പുഴുക്കളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തുപോകുമല്ലോ. അപ്പം നമുക്കത് ഉണ്ടായിട്ടല്ല, ഫ്രഷ് ആയിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി. വെറും കേടായി ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ അതിനെ ഉണ്ടാവുക. ഇത് ഞാൻ കട ഇവിടെ ചാലക്കുടിയിൽ ഒരു പൈലച്ചേട്ടൻ്റെ ഒരു കടയുണ്ട് കേട്ടോ. അവിടെ എല്ലാ പച്ചക്കറി ഫ്രഷാണ്. അവർ ചീത്തയായി വരണതൊന്നും എടുത്ത് വയ്ക്കത്തേ ഇല്ല. അവർ വലിയ വലിയ കച്ചവടക്കാരാ. അപ്പം ഞാൻ അവിടെ പോയിട്ട് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ സാധനങ്ങൾ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറിയൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു അവിടെ കേട്ടോ, പക്ഷെ നല്ലത് കിട്ടും. നല്ല സാധനം മേടിക്കണല്ലോ. അപ്പം ഇതിനെ ഞാൻ പൊളിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കഴിച്ച് വേണ്ട ഇങ്ങനെയൊക്കെ അടർത്തിയെടുത്തു. ഇനി ഞാൻ ഇതിനെ കാണിച്ചു തരാം. ആദ്യം തന്നെ കല്ലുപ്പ് ഇടാം. കല്ലുപ്പ് ഇട്ടാൽ കുറച്ചും കൂടി നല്ലത് കേട്ടാ. ഇതിൽ അരി ഇട്ടോളൂ, വെള്ളം ഉണ്ടല്ലോ. ഒരു പിടി ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടോ, കളറും കിട്ടുമല്ലോ. നിങ്ങൾക്ക് ഇതനുസരിച്ച് കൂടുതൽ ഉള്ളത് ഇട്ടാൽ മതി. എന്തോരം ഉണ്ട്, ഇത് ഞാൻ കുറച്ചുള്ളൂ കേട്ടോ. നമുക്കിത് വറുത്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതിന് ഞാൻ കാണിച്ചു തരാം. നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ ഇട്ടിരിക്കണം കേട്ടോ. ഓഫാക്കിയുള്ളൂ, അതിന് വേവാൻ പാടില്ല. ആ ചൂടിൽ തന്നെ കിടന്നിട്ട് ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഇതായിക്കോളും, റെഡിയാവും. അപ്പം ഇതങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് കടലമാവ് ഇത്രയൊന്നും വേണ്ട, ഒരു അളവുണ്ട്. അതിലേക്ക് നമുക്ക് ആ അളവിൽ തന്നെ ഇടാം. കാണിച്ചു തരാം കേട്ടോ. ഇത് വലിയ ടീസ്പൂണില്ലേ, അതിൻ്റെ അളവാണിത്. അപ്പം നമുക്കിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇട്ടാൽ മതി. അതെ, അത് 3 ടീസ്പൂൺ ഞാൻ ഇട്ടുള്ളൂ. ഇത്തിരി ഇത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടി കേട്ടോ, അരിപ്പൊടി ഇത്ര മതി, കാരണം കുറച്ചല്ലേ ഉള്ളൂ. മൈദ ഇച്ചിരി കൂടുതൽ ഇട്ടോളൂ. മൈദ ഇടുമ്പോഴാണ് ഇത് പൊളിഞ്ഞു പോകാതിരിക്കുക. മൈദയുടെ പശ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് വിട്ടുപോരും. 1 ടീസ്പൂൺ മതി, കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അതങ്ങനെ ഇട്ടു. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത്, ഞാൻ അരച്ച് പേസ്റ്റായിട്ട് ഇട്ടാൽ നല്ലതാ. പക്ഷെ ഞാൻ കുറച്ചായതുകൊണ്ട് മിക്സിയിൽ ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചതച്ചതാട്ടോ. അപ്പം അതിട്ടു. പിന്നെ മുളക്, കാശ്മീർ മുളക്, കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടണേ, എരിവ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇത് നോക്കാം. കായപ്പൊടി ഇല്ലേ, കുറച്ച് ലേശം, ഇത് നുള്ളു മതി. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പ് കൂടി പോയാലും കഴിക്കാൻ പറ്റില്ലല്ലോ, കലക്കുന്ന നേരത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് കാണിച്ചു തരാം ഗൈസ്. ദേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു ഗൈസ്. ഞാനിതൊന്ന് കോരിയെടുക്കണം. ഇതിലേക്ക് ഇട്ടു. അപ്പം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട 2 ഗുണമുണ്ട്. ഇതിലെ കളറും കിട്ടി,
നമുക്ക് നമ്മുടെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ, പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പൊക്കോളും. മഞ്ഞപ്പൊടി എപ്പോഴും നല്ലതല്ലേ. ഇവിടെ ആരും ഇല്ല കഴിക്കാനായിട്ട്. ഞാനും സുമയും പിന്നെ മോൻ പോയി, പിന്നെ സുമയുടെ മോള് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ വറുത്ത ഒരു പിടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനും വിചാരിച്ചു ഒരെണ്ണം കൂടി മേടിക്കായിരുന്നു വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു വരവ് സാധനം അധികം ഞങ്ങളിപ്പോ കഴിക്കാറില്ല ഗൈസ്. കാരണം ഞങ്ങളെല്ലാം ജിമ്മിന് പോണവരാണ്. അപ്പൊ ഓക്കെ, ഇത് റെഡിയായി. പിന്നെ ഇതിനൊന്നും കൂടെ കലക്കാം കേട്ടാ, വെള്ളമൊഴിച്ച്. കുറേശ്ശെ ഒഴിച്ചാൽ മതി. എങ്ങനെ കൂടുതലായാലോ നോക്കാം എത്ര എന്താ വേണ്ടതെന്ന്. അപ്പൊ ഇത് കലക്കിയിട്ട് അത് ഇട്ടാൽ മതി. അതിലേക്ക് ഇട്ടിട്ട് ഇതാക്കരുത്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കും. അധികം വെള്ളമായാലും പിന്നെ അത് കോട്ടിങ് ആവില്ല. അപ്പൊ കുറേശ്ശെ നോക്കാവോ ഉപ്പുണ്ടോ ഇല്ലാണ്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഇത് സംഭവം ഇതിൽ ഇടാവോ, അടിയാവോ. ഗൈസ്, ഞാൻ ഇതിലോട്ട് ഇടാണ് കേട്ടാ. വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഇടണ്ട, കാരണം ഇത് വെള്ളം ഉണ്ട് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് വെള്ളം കൂടിയാൽ ഇതാവും, കോട്ടിങ് ആവില്ല, എങ്ങനെ കിടക്കുള്ളൂ. ഇതാകുമ്പോൾ കോട്ടിങ് ആവണല്ലോ. ഇത് ഉണ്ടാക്കി വെക്കണ്ട കേട്ടാ, ഇത് അപ്പം തന്നെ ഇടുന്ന സാധനം. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളമായി പോവും. പെട്ടെന്ന് ഇളക്കാൻ ഇത് കോരിയിടാം. ഓക്കെ, ഇത് ഞാനും സ്പീഡിലാണ്, കാരണം ഇതിന് ഇതായി പോവും. ഞാൻ വെളിച്ചെണ്ണ റെഡിയാക്കട്ടെ, അടുപ്പത്ത് വെക്കട്ടെ കേട്ടാ. അപ്പോൾ ഇതേ ഞാൻ എണ്ണ ചൂടായി. കട്ടയാവാണെങ്കിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതായിരുന്നു. പക്ഷെ കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വേഗം ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇടാനായിട്ട് അറിയാത്ത കുട്ടികൾ ഇത്തിരി കട്ടയായാലും പിന്നെ അത് പൊട്ടിച്ച് എടുക്കാം നമുക്ക്. പക്ഷെ അത് ഇങ്ങനെ ഇടുന്നത് നല്ലത്. കുറച്ചും കൂടി നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടാ. കുറച്ച് എണ്ണയിൽ 2-3 തവണ കോരണമെന്ന് മാത്രമേ വറുത്ത്. കുറേ എണ്ണ ഇട്ടിട്ട് നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ചെയ്തോളൂ. ഞാനും അങ്ങനെ ചെയ്യുന്നേ. ഇതൊന്ന് വറുത്ത് കഴിയുമ്പോൾ ഞാനിനി ഒരു 2 ട്രിപ്പായിട്ട് പോരാനാണ് ഞാൻ ഇത് ഇത്രയും ഇടുന്നത്. നോക്കാം. ഇനി ഒരു ട്രിപ്പിനേ ഉള്ളൂ. ഈ സംഭവം ഇട്ട ഉടനെ തന്നെ ഇളക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ആ കോട്ടിംഗ് ഒക്കെ പൊളിഞ്ഞു വരും. അത് ഒന്ന് റെഡി ആയിട്ട് വേണ്ട. ഇത് പതുക്കെ ചിലതൊക്കെ പൊന്തി വരും. അല്ലെങ്കിൽ പൊന്തി ഇല്ലെങ്കിൽ ഈ കയ്യിൽ കൊണ്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ. പിന്നെ ഒരുപാട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് കഴിഞ്ഞാലും ഈ സാധനം പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് റെഡി ആയിട്ട് കാണിച്ചു തരാം. ഇത് കോരാറായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് കളർ ഇല്ലാന്ന് ചിന്തിക്കണ്ട. ഒരുപാട് മുളക് പൊടി ഇടാനും പറ്റില്ല. ചിലവർ കളർ അടിയും, ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ആ കളർ കിട്ടുന്നത് നല്ല കളർ. അത് നമുക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ കോരി എടുക്കാറായി. കാണിച്ചു തരാം. മറ്റേ കയ്യിലെടുക്കാൻ മറന്നുപോയി. കുറേശ്ശെ എടുക്കാം. കളർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വയറിനൊക്കെ കേടുവരും, വയറൊക്കെ വേദന എടുക്കും. ഈ കളർ നല്ലതല്ല ഗൈസ്. നമ്മൾ അത് ഇടാതെ ഒറിജിനലായിട്ട് ഉണ്ടാക്കണതല്ലേ എപ്പോഴും നല്ലത്. ഞാൻ അങ്ങനെയാണ്, ആർക്ക് കൊടുക്കായാലും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. നമ്മൾ കഴിക്കുന്നത് അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭംഗിക്ക് വേണ്ടി, വീഡിയോക്ക് ഭംഗി, ഇത് ഭംഗി തന്നെയല്ലേ. നമുക്ക് ചിലർ പറയും വീഡിയോയുടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കളർ ചേർത്തിയെന്ന് പറയും. എന്തിനാന്ന് ഉള്ള കളർ കാണിച്ചാൽ പോരെ. അപ്പോൾ ഓക്കെ, ഞാൻ വീണ്ടും വേഗം ഇട്ടോളൂ. വെള്ളം ആവാൻ പാടില്ല. ഇതിങ്ങനെ കുറേ നേരം വെച്ച് കഴിഞ്ഞാലേ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പൊ നമുക്കത് ഇനി എടുത്തിടുമ്പോൾ ഈ സാധനത്തിൽ കോട്ടിങ് ആവില്ല, വെറുതെ ആവില്ലേ. ചിലവർ കടലമാവ് കുറച്ചിട്ട് മൈദ കണ്ടമാനം ചേർത്തും. അതും ടേസ്റ്റ് അല്ല, അതും നമുക്ക് വയറിന് നല്ലത്. കടലമാവ് തന്നെ ഇതിനെ യൂസ് ചെയ്യണം. പിന്നെ അരിപ്പൊടിയൊക്കെ സൈഡ് കുറച്ച് ഇട്ടാൽ മതിയല്ലോ. മൈദ ഇടുന്നത് ഇത് പശ ഉണ്ടല്ലോ, അത് ഇതൊന്ന് കോട്ടിങ്ങിൽ പിടിക്കാനായിട്ടാ.
മൈദ എപ്പോഴും രുചിയാണ്, പക്ഷെ അതിന് വയറിന് കേടല്ലേ അതെല്ലാം. അപ്പൊ എപ്പോഴും അതെല്ലാം ശ്രദ്ധിക്കാം. വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാനിപ്പോ വല്ലവരും പറഞ്ഞുണ്ടാക്കി കൊടുത്താലും അതിനുള്ള കാശ് നമ്മൾ വാങ്ങിക്കും. പക്ഷെ നല്ലതായിട്ട് ഞാൻ കൊടുക്കും. അവരോട് ഞാൻ നേരത്തെ പറയും ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അതിലൊരു തട്ടിപ്പില്ല. പറഞ്ഞിട്ട് പറയുന്നത് ഒരെണ്ണം ചെയ്യുന്നത് പ്രവർത്തിക്കുന്ന ഒരെണ്ണം നല്ല, ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളൂ എന്ന് പറയും. അപ്പൊ അവർ പറയും ഓക്കെ. അപ്പൊ ഇത് ഗൈസ് ലാസ്റ്റ് നമുക്കൊരു കുറച്ച് വേപ്പിലയും ഇടാം. അപ്പൊ ആ സ്മെല്ലൊക്കെ അതിനകത്തും ഉണ്ടാവും. നല്ലതാ വേപ്പില. ഇത് കോരി എടുക്കണം ഗൈസ്. വേപ്പിലൊക്കെ കോരി എടുത്തോളൂ. പിന്നെ അതിലൊക്കെ ഇടുന്നോണ്ട് ഇതിലെ വേപ്പില ഇടുന്നത് നല്ലതല്ലേ. തീ ഓഫ് ചെയ്യാം. കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. ഗൈസ് ഇത് വേണ്ട, സൂപ്പർ അല്ലേ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി ഭംഗിയായിട്ട് ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നല്ലൊരു ഇന്ന് നിങ്ങൾ ഇതിനെ കണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഞാൻ ഈ പറഞ്ഞ കൂട്ടൊക്കെ കാണിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് കമന്റ് പറയണം. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാട്ടാ. ഇത് ഉണ്ടാക്കിയത് ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞുതരാം. നല്ല ഒരു ക്രിസ്പി ഉണ്ടാവും. കടുവരോന്ന് കേൾക്കണം. ഒന്നുകൂടി വെച്ചോളാം. ഉണ്ടോ വേണ്ടി വെക്കണം. ഒരു ചമ്മന്തി അങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയോ? സൂപ്പർ ടേസ്റ്റാണ്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലെ വെളിച്ചെണ്ണ പാടില്ല, പക്ഷേ ഇതില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഈ ഇഞ്ചി ഫസ്റ്റ് ഇട്ടു, 2 സബോള അരിഞ്ഞിട്ടു, അതിൽ കുറച്ച് വേപ്പില ഇട്ടു, നല്ല വെള്ളം അടിച്ചെടുത്തു. അടിച്ചെടുത്തിട്ട് കുറച്ച് പുളിയില്ലേ നമ്മുടെ ഇത്തിരി ഒരു നാരങ്ങ വെളുപ്പത്തിൽ പുളി ഇട്ട് വെള്ളത്തിലിട്ടു. ഇത് നല്ല പോലെ വാടണം, ചെറുതായിട്ട് വാടരുത്, നന്നായിട്ട് വാടിയിട്ട് കടയിൽ അങ്ങനെ വാട്ടില്ല കേട്ടോ. ഒരു 3/4 ഭാഗമായപ്പോൾ ഈ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി എടുത്തിട്ടു. അത് മൂത്ത് അതെല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് ഈ ഉപ്പിട്ട് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു ചമ്മന്തി. സൂപ്പർ ടേസ്റ്റ് ഗൈസ്. ഒരു രക്ഷയില്ല. നിങ്ങൾ വന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നാനേ. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. രക്ഷയില്ല, സൂപ്പർ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. ഈ ചമ്മന്തി ഞാൻ പറഞ്ഞില്ല, ഓടിച്ചിട്ട് പറഞ്ഞു, ഇത് ഉണ്ടാക്കി കഴിക്കണം, നല്ലതാണ്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് പറയും. ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ കഴിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചെന്ന് പറയണം. അപ്പോൾ താഴെ വന്നിട്ട് പറയാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. എല്ലാവരും വീഡിയോയിൽ താഴത്തെ ഒന്ന് കമന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ ഞാനിപ്പം 1 മില്യൺ വ്യൂസ് കയറി പോകുന്നുണ്ട്. അതിൽ ഇതുപോലെ തന്നെ പോകാൻ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.